ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീട്. 10.5 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ്. ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് വീഡിയോ ആണ്. നമ്മൾ ഏകദേശം ഫോട്ടോ കാണിക്കുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ ഫുള്ളായിട്ടൊരു വീഡിയോ കണ്ടു നോക്കാം. കിച്ചൺ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും ധാരാളം കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 3 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നമുക്കിപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ വെറും 10 ലക്ഷം രൂപ മാത്രം മുടക്കിയാൽ മതി. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വെറും 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചിലവുകളും കഴിഞ്ഞ് 10 ലക്ഷം രൂപയിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. നെക്സ്റ്റ് വീക്ക് ആണെങ്കിലും നമ്മൾ ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഒരു സൂപ്പർ വീടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് കൃത്യം 1.5 കിലോമീറ്റർ മാറി പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ലൊക്കേഷൻ വരുന്നത് പൈപ്പാറാണ്. പൈപ്പാറ ടൗണിൽ നിന്ന് കൃത്യം ഒരു 300 മീറ്റർ മാത്രമേ അകലമുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാവരും വീട് മേടിക്കുമ്പോൾ ഒരു 3-4 കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ ആണെങ്കിൽ ടൗണിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം അകലെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മറ്റൊരു കാര്യമാണ് തൊട്ടടുത്തടുത്ത് വീടുകളുണ്ടോ അല്ലെങ്കിൽ നെയ്ബേഴ്സൊക്കെ തൊട്ട് ചേർന്ന് നമുക്കൊരു പ്രൈവസി നഷ്ടപ്പെടുമോ എന്നൊരു പേടി പലർക്കും ഉണ്ട്. അപ്പോൾ ഈ വീടിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നല്ല വീതിയുള്ളൊരു റോഡുണ്ട്. സൈഡിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. 2 സൈഡിലാണെങ്കിലും നല്ല വീതിയുള്ള ടാറിങ് റോഡുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം നമുക്കില്ല. ബാക്ക് സൈഡിലാണെങ്കിലും നല്ലൊരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല ഉയരത്തിലാണ് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിരിക്കുന്നത്. സൈഡിലാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തൊട്ടടുത്തല്ല വീട്, ഒത്തിരി മാറിയൊരു വീട് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രൈവസീൻ്റെ കാര്യത്തിൽ നമുക്ക് സുരക്ഷിതമാണ് ഈ വീട്. നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ നോക്കും നല്ല രീതിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീട് എന്നുള്ളത്. അപ്പോൾ ഈ വീട് 100% നമുക്ക് വിശ്വസിക്കാം. നല്ല രീതിയിൽ തന്നെ ഉടമസ്ഥൻ പണിതിരിക്കുന്ന വീടാണ്. 1 വർഷമായിട്ട് ഇപ്പോൾ ഉടമസ്ഥൻ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു നല്ലൊരു വീതിയുള്ള എൻട്രൻസ് ഗേറ്റ്, നല്ല എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്ന വീടാണ്. ഫർണിച്ചറൊക്കെ ആണെങ്കിലും ഫുൾ തേക്കയിലാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചും, നമ്മൾ എൻട്രൻസ് ഗേറ്റ് കടന്ന് നേരെ നമ്മൾ കാർ പോർച്ച്, അതുപോലെ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടൊക്കെ നമുക്ക് കാണാം. വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും ചുറ്റോട് ചുറ്റും നല്ല രീതിയിൽ തന്നെയാണ്, നല്ല ഹൈറ്റിലാണ് കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിലും സൈഡിലൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാർ പോർച്ച്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞ് നല്ല ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നല്ലൊരു വീടാണ്. നമുക്ക് 100% നല്ല രീതിയിൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു വീട്. അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിലും ഈ ലൈറ്റ് അതുപോലെ തന്നെ ഫാന് കാര്യങ്ങൾക്കെല്ലാം 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് അത് മാറ്റി കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഉടമസ്ഥൻ അങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നാലാമതായിട്ട് നമ്മൾ വീട് മേടിക്കാൻ പോകുമ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത, അല്ലെങ്കിൽ വെള്ളം ഒരിക്കലും പറ്റിയല്ലാത്തൊരു കിണർ വെള്ളമൊക്കെ ഉള്ളൊരു വീട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ വീട്. പാലാ തൊടുപുഴ ലൊക്കേഷൻ അറിയാവുന്നവർക്കറിയാം. ഒരിക്കലും പാലാ തൊടുപുഴ റൂട്ടിൽ ഒരു വെള്ളം കയറുന്ന ഒരു സ്ഥലമെന്ന് പറയാനില്ല. ഒരിക്കലും വെള്ളം പറ്റിയല്ലാത്തൊരു ഏരിയയും കൂടിയാണ്. നല്ല നിരപ്പായ നല്ല കണ്ടം പോലെ കിടക്കുന്ന സ്ഥലമാണ് പാലാ തൊടുപുഴ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിണർ. ഒരിക്കലും വെള്ളം പറ്റിയല്ലാത്ത നല്ല സുരക്ഷിതമായിട്ടിട്ടിരിക്കുന്ന നല്ലൊരു കിണർ. എത്ര വലിയ ഉണക്കുണ്ടെങ്കിലും നമുക്ക് ഈ കിണറ്റിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കും. അത്രയും നല്ല താഴ്ചയുള്ള കിണറാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യവും നമുക്ക് 100% വിശ്വസിക്കാം. ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമാണെന്ന്. അപ്പോൾ അഞ്ചാമതായിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ ഒരു സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. ചെറിയ രീതിയിലുള്ള കൃഷികൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കൃഷികൾ, നമുക്കൊരു വീട്ടാവശ്യത്തിലോട്ടുള്ള ഒരു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്യാൻ ഈ കിണറിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ റംബൂട്ടാൻ, അതുപോലെ തന്നെ മംഗോസ്റ്റിന്, കപ്പളം, പ്ലാവ് എന്നിവയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെ നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാമെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാമെന്ന്. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിലും 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഇട്ട് ബാക്കി എമൗണ്ട് നമുക്ക് ലോൺ സൗകര്യം ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും 79 ലക്ഷം രൂപ മാത്രമാണ്. നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂഫിങ് കാണാം. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു പകുതി സ്പേസ് നമുക്ക് റൂഫ് ചെയ്യാതെ കിടപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു കൃഷി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള അങ്ങനെ ഒരു സ്പേസും കൂടി അവിടെയുണ്ട്. ഇവിടെ സൈഡിലായിട്ട് വാഷ് ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല ഹൈറ്റിലുള്ള കോമ്പൗണ്ട് വാള്. നമ്മുടെ ബാക്ക് സൈഡ് ഇതാണ്, വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. ഒരാൾക്ക് പാസ് ചെയ്യാവുന്ന രീതിയിലൊരു ബാക്ക് സൈഡ് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സൈഡിൽ കൂടെ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ലോ ബഡ്ജറ്റിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വീണ്ടും ഫ്രണ്ട് സൈഡിൽ വന്നു. നമ്മൾ ഇവിടെ കൃത്യം വന്നപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വരുമ്പോൾ നമുക്ക് കാണാം, നല്ലൊരു വീടാണ്. നമുക്ക് വീടിന് ഏകദേശം ഒരു ഇൻസൈഡ് വീഡിയോ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ കാണിച്ചിരുന്നു കബോർഡ് വർക്ക്, ഡൈനിങ് ഹാളിലെല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉടമസ്ഥൻ മാറ്റിയിട്ടുണ്ട്. വീട് വിൽക്കുന്നതിന് കാരണം ഉടമസ്ഥന് പുറത്തോട്ട് പോകാൻ ഒരു അവസരം ലഭിച്ചത് കൊണ്ടാണ്. ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും 79 ലക്ഷം രൂപ മാത്രമാണ്. വിലയിലൊക്കെ മാറ്റം വരുത്തും. നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തി നമുക്ക് ഈ വീട് മേടിക്കുവാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 10.5 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേ നിന്നും വെറും 300 മീറ്റർ മാത്രമേ അകലമുള്ളൂ. ഒരിക്കലും പറ്റിയാത്ത കിണർ വെള്ളമുണ്ട്. നല്ല ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുമല്ലോ.